ഹലോ, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഫേമസ് ആയ ഒരാളാണ്. നമ്മുടെ എന്താ പറയുക, 7 പ്രാവശ്യം മിസ്റ്റർ വേൾഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ബോഡി ബിൽഡറിനെയാണ് വരയ്ക്കുന്നത്. പുള്ളിയുടെ ഒരു സിനിമയുണ്ട്, എന്താ ടെർമിനേറ്റർ. ഇപ്പോൾ ഏകദേശം ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, അർണോൾഡിനെയാണ് നമ്മൾ ഇത് സ്കെച്ച് ചെയ്യണത്. ഓക്കെ, ഇതൊരു ചെറിയൊരു കട്ടൗട്ട് പോലെയാണ് വർക്ക് ചെയ്യണത്, വർക്കൗട്ടാക്കണത്. പിന്നെ എന്താ പറയുക, ഇത് ഈ ടെർമിനേറ്ററിൽ പുള്ളി സ്പെക്സൊക്കെ വെച്ചുള്ള ഒരു വരവുണ്ടല്ലോ, ആ ഒരു ലുക്കാണ് ഞാനിപ്പോൾ ട്രേസ് ചെയ്യുന്നത്. പുള്ളീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് ആദ്യം വളരെ ചെറുപ്പത്തിലെ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ടി വിയിലാണ് കണ്ടത്. അതിൽ പുള്ളിയുടെ ഒരു എന്താ പറയുക, മാക്സിമം ബോഡി, അല്ലെങ്കിൽ ആ പുള്ളിയുടെ ആ ഒരു ഫിറ്റ്നസ് അതിൽ കാണിക്കുന്നുണ്ട് ശരിക്കും. ശരിക്കും പറഞ്ഞാൽ അന്ന് അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടാവും എന്നുള്ള ഇത് തന്നെയായിരുന്നു. അത്രയും കട്ടിങ്സ്, നല്ല എല്ലാം പെർഫെക്റ്റായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ പുള്ളിയുടെ ബോഡി, ആ ഫേസിന് ഒത്ത ബോഡി തന്നെയായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നത്. ഒരു ഭയങ്കര ടഫ് ലുക്ക് പോലെയായിരുന്നു അത് കണ്ടപ്പോൾ. പിന്നീട് പുള്ളിയുടെ കുറേ പടങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് കുറച്ച് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കോമഡിയൊക്കെ ആയിട്ട് പുള്ളി കുറച്ച് ഇതൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടൊന്ന് ടീച്ചറായിട്ടൊരു സ്കൂളിൽ ചെല്ലുന്നതൊക്കെ ആയിട്ട് അത് ഞാൻ കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ട്രൂ ലൈസ്, അങ്ങനെ കുറച്ച് പടങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എവർ ടൈം നമുക്ക് ഏറ്റവും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് പറയാൻ പറ്റുന്നൊരു കഥാപാത്രമാണ് ഇപ്പോൾ ഒരു എന്താ പറയുക, ടെർമിനേറ്റർ അല്ലേ. ആ ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും പിന്നെ സെക്കൻഡും തേർഡൊന്നും വന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നണേ. കുറച്ച് കണ്ടിട്ട് അത്രയും അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. ഇത് ഫസ്റ്റ് ലുക്കിലാണ് പോയതെല്ലാം അല്ലേ. ആ ഒരു ലുക്ക് ശരിക്കും ഒരു ഭയങ്കര ഒരു സീനായിരുന്നത്. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ കട്ടൗട്ട് പോലെ നമ്മൾ ഡാർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. എന്താ പറയുക, മെത്തേഡും അല്ല, ഒന്നും വേറൊന്നുമില്ല. ജസ്റ്റ് നമ്മുടേതായ ഒരു ഐഡിയയിൽ അങ്ങോട്ട് കൊണ്ടുവന്ന് മെഷർമെൻറ്റൊക്കെ നമ്മൾ തന്നെ എടുത്ത് പതുക്കെ അങ്ങോട്ട് വരച്ച് തീർക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ വരാം, അല്ലെങ്കിൽ ചെറിയ എവിടെയെങ്കിലുമൊക്കെ മിസ്സിങ് വരാം, അത് അങ്ങോട്ട് വിട്ടുകളയുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്, ഒരു പിക്ചറിൻ്റെ പെർഫെക്ഷൻ എനിക്ക് തോന്നുന്നത് ബ്ലെൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഷെയ്ഡിങ്ങിലൂടെ മാത്രമാണ്. ഡാർക്ക് ചെയ്യണതിൻ്റെ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ പുള്ളിയുടെ ഷെയ്ഡിങ് ആണ് വരയ്ക്കുന്നത്, ഡാർക്ക് ഷെയ്ഡ് പോലെ കുറച്ച് സീനുണ്ട്, അതൊന്ന് വരച്ച് സെറ്റാക്കണതാണ്. പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 2 കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഒരു ഹായ് എങ്കിലും ഇടുക. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മോട്ടിവേഷൻ ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മൾ ചെറിയൊരു കോണ്ടാക്റ്റൊക്കെ വരുമ്പോഴാണ് നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുക അല്ലേ, അങ്ങനെയല്ലേ. വരയ്ക്കുമ്പോൾ ഒരു 2-3 പേരുടെ ഒരു കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഓക്കെ, നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാം എന്നുള്ള ഒരു പിന്നെ പുള്ളിയുടെ അതിൽ ആ സിനിമയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് പോലും ലാഗിങ് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം കട്ടക്ക് അല്ലേ, വൺ ബൈ വൺ ആയിട്ട് ഓരോ സീനുകളും അല്ലെങ്കിൽ ഓരോ ഷോട്ട്സും 1 by 1 സൂപ്പറാണ് ടെർമിനേറ്ററിൽ. എനിക്ക് ഫസ്റ്റ് പാർട്ടിനുണ്ട് ഞാൻ പറയണത്. കാരണം ആ സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു ആ പടം കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഇംഗ്ലീഷ് പടങ്ങൾ അങ്ങനെ അധികം കാണാറില്ല, എന്നാലും ഓക്കെ, നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മൾ പേന കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് ബ്ലാക്ക് ചെയ്യണ്ട കേട്ടോ. ഫിനിഷിംഗ് ആണിത്. ഓക്കെ, താങ്ക് യു. മീറ്റ് യു അഗെയിൻ.